യെസ്. അപ്പോൾ നമ്മൾ ഒരാഴ്ചയായി വീട്ടിൽ വന്നിട്ടില്ലേ? കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കല്യാണമൊക്കെ കഴിഞ്ഞ് സദാമാനമായി. അപ്പോൾ ഇപ്പം നമ്മൾ ഷോറൂമിലോട്ട് പോവാ. അവിടെ നമ്മൾ വണ്ടി ചെക്കപ്പിന് കൊടുത്തതാ. പക്ഷെ എന്തൊക്കെയോ അവർ പറഞ്ഞ് എന്തൊക്കെയോ മാറ്റി എന്തൊക്കെയോ ചെയ്തിട്ട് അവർ വിളിച്ചിട്ടുണ്ട്. നമ്മൾ ചെല്ലാൻ പറഞ്ഞു. പണിയെല്ലാം കഴിഞ്ഞ് സാറേ വാ സാറേ കൊല്ലാനായിരുന്നാ തോന്നുന്നത്. നേരെ ഷോറൂമിലോട്ടൊന്ന് പോയി വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ചു നോക്കി. എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ എല്ലാം ഒന്ന് നോക്കാനായിട്ട് കൊടുത്താൽ. പ്രത്യേകിച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അതിൻ്റെ ഒരു സ്റ്റീറിങ്ങിന് ഒരു പിടുത്തം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഇനി ഓയിലിൻ്റെ കുറവിൻ്റെ ആണോ, അതായത് വണ്ടി ഓയിൽ ഓൾറെഡി കുറവുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് വണ്ടി നിർത്തിയിട്ട് വണ്ടി ഫുൾ ഓടിക്കുമ്പോഴത്തേക്ക് വണ്ടി ഫുൾ ഓടിയും. ഓടിഞ്ഞ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ടയർ ഒന്ന് മൂവ്മെൻറ്റ് ആകുമ്പോഴത്തേക്ക് വീണ്ടും ഒരു ഒടിയും കൂടെ ലെഫ്റ്റിലോട്ട് ഓടിയും. അപ്പോൾ അതെന്ത് കംപ്ലൈൻ്റ് ആണോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ അതോ അങ്ങനെ ആണോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അത് ഞങ്ങൾ ഷോറൂമിൽ കൊണ്ട് കൊടുത്തായിരുന്നു. വണ്ടി അതായത് അവർ ഓൾറെഡി പറഞ്ഞായിരുന്നു നമുക്ക് വണ്ടി നമ്മൾ ആദ്യം ഷോറൂമിൽ നിന്ന് ഇറക്കിയപ്പോൾ അവർ പറഞ്ഞു നിങ്ങളിപ്പം ലോങ് പിടിക്കണ്ട, നിങ്ങൾ തൽക്കാലത്തേക്ക് ഒന്ന് ലോക്കൽ അടിച്ചാൽ ഒന്ന് കുറച്ച് ഒരു മാസത്തേക്ക് നിങ്ങളൊന്ന് ലോക്കൽ അടിച്ചിട്ട് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം. അങ്ങനെ അതുകൊണ്ടാണ് നമ്മളിപ്പം ദൂരെ എങ്ങും പോകാതെ നമ്മൾ തമിഴ്നാട് മാത്രമായിട്ട് ഇങ്ങനെ തൽക്കാലത്തേക്ക് ഒരു മാസം ഇങ്ങനെ ലോക്കൽ അടിച്ചത്. അപ്പോൾ ഇനി എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്തേക്കാൻ ഫുള്ള് പറഞ്ഞായിരുന്നു അവരോട്. ഇപ്പം ടൈം കിട്ടിയതുകൊണ്ട് അതും കൊടുത്തു. അപ്പോൾ ഇനിയിപ്പം ഷോറൂമിലോട്ട് ചെന്നിട്ട് അതൊന്ന് അവരെല്ലാം ക്ലിയർ ആക്കിയെന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം എന്നിട്ട് ആരും പോവാതെ ഇരിക്കുന്നത്. സിഗ്നൽ അപ്പോൾ ഇനി പോയിട്ട് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കി എന്തെങ്കിലും കുഴപ്പമോ കാര്യങ്ങളോ. അവിടെ നല്ല ഇടിച്ച് കിടക്കുന്നുണ്ട്. ഇവിടെ ഇന്നലെ കണ്ട് പറ്റിയാന്ന്. യെസ്. അപ്പം ഇനി പോയിട്ട് നോക്കാം. ഈ സ്വിഫ്റ്റിൻ്റെ ബാഗിലോട്ടാണ്. യെസ്, ഷോറൂമിലെത്തി. വണ്ടി അന്ന് ഓടിച്ച് നോക്കണമെന്ന്. ഇതിൻ്റെ അകത്ത് കയറിയിരുന്നു. വെളിയിരിക്കണ്ട, ഇതിൻ്റെ അകത്ത് കയറിയിരുന്നു. അല്ലാണ്ട് ഈ സോഫയിൽ ഇവിടെ ഇരുന്നാൽ മതി. അവിടെ കയറിയിരുന്നു. എന്താ പറഞ്ഞേ? വണ്ടി എടുത്ത് നോക്കാൻ പറഞ്ഞോ? പിന്നെ ഏതാണ്ട് ആഡ് ബ്ലൂവിൻ്റെ ഇവിടുന്ന് ഫില്ലാക്കാനോ?
വണ്ടി തള്ളി. Highlight Rockings Rolling Karnataka. എത്തിത്തോടാ കുളിപ്പിക്കണം. നല്ല ഉണ്ടായി. തടിലോറി അതുകൊണ്ട് KSRTC സ്വിഫ്റ്റ് എന്തോ പറ്റി, സർവീസിന് വന്നെല്ലാം വന്നതായിരിക്കും. അത് വലിയ ഷോറൂമിൽ അവരുടെ ഡിപ്പോയിൽ പരിശോധിക്കാൻ പറ്റാത്ത വലിയ ഏതെങ്കിലും പണിയെല്ലാം വന്നതായിരിക്കും. ഞാൻ ഈ സ്വിഫ്റ്റിൽ ഇതുവരെ കയറിയിട്ടില്ല. ഡിലക്സ് എയർ ബസ് എന്താണ് അതൊക്കെ. നല്ല ഹെയർ സസ്പെൻഷനൊക്കെ ഉള്ള വണ്ടിയല്ലോ KSRTC സ്വിഫ്റ്റ്. അയ്യോ അയ്യോ ഇതെന്ത് ഈ കാണുന്നത്? ആഹാ ഈടാ ഭയങ്കര സൈഡൊന്നും ഇല്ലയോ? ഇതപ്പോൾ നല്ല ഇടി കഴിഞ്ഞ വണ്ടിയാണല്ലോ. ഇവിടെ വെച്ച് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോർഷൻ ഇവിടെ ഇടി കിട്ടി പോയ വണ്ടിയാണ്. ഈ ഇടയ്ക്ക് അവിടെ സ്വിഫ്റ്റ് അടിച്ച് കയറിയത്. ഓ ഇത്രയും ശേ. ഓ ചുമ്മാ അല്ലേ ഇവിടെ കൊണ്ട് കയറ്റിയിരിക്കുന്നത്. ഈ സൈഡ് കണ്ട പെർഫെക്റ്റ്, ഒരു കുഴപ്പമില്ല. കയറി നോക്കട്ടെ. അത് ശരി, ഇത് നല്ല റെഡി കഴിഞ്ഞിട്ട് നിൽക്കുന്ന വണ്ടിയാണ്. ഇത്രയും പോർഷൻ ഇടിച്ച് കയറി പോയതാ. അതുകൊണ്ട് അതിപ്പോൾ രണ്ടാമത് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുക. അത് ഈ ഇടയ്ക്കടുത്തെങ്ങാണ്ട് എവിടെയോ ഇടി കഴിഞ്ഞ ബസ്സാണ്. ആയി മണി എത്തിത്തോടാൻ പറ്റുകില്ല മറിയില്ല. ആയി ശരി, ഇങ്ങനെ ഇടിച്ച് കിടക്കുന്ന വണ്ടിയായിരുന്നു. അയ്യോ എന്തായാലോ അതിട്ടില്ല.
ഇതുണ്ടോ, ഒരു സൈഡിലോട്ട് ഇടിച്ച് മറിഞ്ഞ വണ്ടിയാണ് ട്രെയിലർ. ഇതിൻ്റെ സൈഡ് ഫുള്ള് ചരിഞ്ഞിരിക്കുന്നു. ആന്ധ്രാപ്രദേശ്. എടാ ഇത് അവരത് നോക്കത്തില്ലേ ഇനിയത്? ഇല്ല, ഇത് പോയി, അത് പോയി. ആ ഒരു സൈഡ് അത്രയും മാറിയെന്ന് പറഞ്ഞ് അത് അടിച്ച് നോക്കി എടുക്കുകയും ചെയ്തൊന്നും ചെയ്യത്തില്ല. അയ്യോ, അത്രയും ബെൻഡ് അതിനുവേണ്ടിയാണ് പുതിയ അത് മറിഞ്ഞ വണ്ടിയാണ് സൈഡ് ചരിഞ്ഞ്. അതുകൊണ്ട് അത്രയും പോർഷനേ പോയിട്ടുള്ളൂ. അതുകൊണ്ട് അത്രയും ഭാഗം ചളക്കേ ഉള്ളൂ. വേറെ ഒന്നും സൈഡൊന്നും കുഴപ്പമില്ല. ആ സൈഡും രണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ അതിന് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന പുതിയ ക്യാബിനത്. ഇത് പുത്തൻ ക്യാബിന, അത് മാറ്റിയെടുത്ത് കയറ്റാൻ വേണ്ടിയാണ്. ഇത് നോക്കാൻ പറ്റത്തില്ല. നോക്കാനൊക്കെ പറ്റും, പക്ഷെ ഇവർ ചെയ്യത്തില്ല. ഇവർ ഒന്നായിക്കഴിഞ്ഞാൽ പുതിയതെടുത്ത് വെക്കുക, അത്രേ ഉള്ളൂ, ഇല്ലയോ? ആ, ഇപ്പം ഈ ഒരു ക്യാബിൻ പുതിയത് ഇത് വെക്കുന്നതിന് എത്ര ആയിരിക്കടാ? എങ്ങനെയാണ് 2 രൂപ 2000 രൂപ വരുന്നില്ലേ? നമുക്ക് 2 രൂപ താഴത്തേക്ക് ആരും മാത്രമായി. ഏത് ലോഗോ ബമ്പറും മാത്രമാണ്. ഇത് 3 രൂപ ഒക്കെ വരുമായിരിക്കും അല്ലേ? മേളിൽ പോവായിരിക്കും. ശരിയാ. ആള് വന്നില്ലേ എടുക്കാൻ? എടാ നീ ഇത് കണ്ടോ, ആ ബസ് കണ്ടോ, സ്വിഫ്റ്റ്? പോയി നോക്കി. മറിഞ്ഞായിരിക്കത്തില്ല. മറിയുവാണെങ്കിൽ ഈ സൈഡൊക്കെ മൊത്തം പോകത്തില്ലേ? ആ, ഇടിച്ച് പറിച്ചോണ്ട് പോയതാ. ഈ അടുത്തങ്ങാണ്ട് സംഭവിച്ചോ? എന്തുവോ? ആ, താന്നു പോലോ? ഒന്ന് എടുത്തു നോക്ക്. ഹൈറ്റ് കറക്റ്റ് ആ വിൻഡോയുടെ അവിടെ വരെ. നിനക്ക് കാല് കിട്ടുന്നുണ്ടോ? അത് ഹൈറ്റ് പൊങ്ങുമ്പോൾ നിന്റെ കാലിൻ്റെ അവിടെ വ്യത്യാസം ഉണ്ടോന്ന് ചവിട്ടുന്നതിൽ? എന്നാ വിട്, പോട്ടെ. അതിപ്പോൾ ഒരാഴ്ച ആയില്ലയോ?
വണ്ടിയുടെ എന്തായി? വണ്ടിയൊക്കെ ഓടിച്ചു നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. ആ സ്റ്റിയറിംഗിന്റെ ആ പറഞ്ഞ പിടുത്തോ അതെല്ലാം മാറി. എങ്ങനെ വണ്ടി നിർത്തി ഫുൾ ഓടിച്ചിട്ട്? വണ്ടി നിർത്തി ഓടിച്ചു നോക്കി. വലത്തേക്ക് ഫുള്ളുണ്ട്, അതുകൊണ്ട് വലത്തേക്ക് ഫുൾ ഓടിക്കും. ലെഫ്റ്റിലേക്ക് ഒരു 1.5 അടി കുറവുണ്ട്. അത് കുറവുള്ളതുകൊണ്ട് ലെഫ്റ്റിലേക്ക് ഓടി കുറച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. കുറച്ചിട്ടുണ്ടോ? കുറച്ചിട്ടേക്കുവാ. ഒരു സ്ഥലത്തേക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇടാൻ പറ്റും. ഒരു സൈഡിലേക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? കൂട്ടാൻ പറ്റത്തുള്ളൂ. അല്ലേ, ഞാൻ അതല്ലേ ചോദിക്കുന്നത്, അതൊരു കംപ്ലൈന്റ് ആണോ? അങ്ങനെ കംപ്ലൈന്റ് അല്ല. ഓക്കെ. പിന്നെ നിർത്തി ഓടിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ബാഗ് ഫുൾ ഓടിച്ചു കഴിഞ്ഞിട്ട് നമ്മള് ശബ്ദം ഒരു സീനും ഇല്ല, കുഴപ്പമില്ല. ഫുൾ ഓടിച്ചെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിർത്തി നാട്ടകം. പിന്നെ ലോഡിങ്, അതായത് വണ്ടി ലോഡുള്ളപ്പം ഒരുപാട് പ്രതീക്ഷിക്കരുത്. ലോഡ് ഉള്ളപ്പം ഒരു വണ്ടി പെട്ടെന്ന് ലോഡ് തിരിയത്തില്ല. വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം ഇനിയിപ്പം നമുക്ക് തിരിച്ചു പോകുമ്പോ എടുത്തോണ്ട് പോവാം, വണ്ടി എടുത്തോണ്ട് പോവാം. കൊണ്ടുപോകാന്ന് പറഞ്ഞു. സിനിമാടിയോ? എന്റെ മോനെ അത് മറ്റേ ക്യാനാണോ അതോ മറ്റേ ആ ഫില്ല്? ക്യാൻ വണ്ടി വെക്കാൻ പറഞ്ഞു. അല്ല, അവിടെ മറ്റേ ടാങ്ക് ഇല്ലേ? ടാങ്ക് ഇപ്പം പുതിയ ആണോ? അപ്പൊ ഫില്ല് ആ മറ്റേ ക്യാൻ മേടിച്ച് ചെയ്യാനോ? അതെങ്ങനെ ഒരു ക്യാൻ മേടിച്ചാൽ മതിയോ? 1 ലിറ്റർ 20 ലിറ്റർ അല്ലേ? നമ്മൾ ഓൾറെഡി ഇപ്പം കയറ്റുന്നതിന് മുന്നേ ഒരു ക്യാൻ ഒഴിച്ചതല്ലേ? 20 ലിറ്റർ ഒഴിച്ചല്ലേ? അതിന് ഓൾറെഡി കുറവായിരുന്നല്ലോ. നല്ല കുറവായിരുന്നു. തീർന്നു പോയാല് പുള്ളി പറഞ്ഞ നമ്മുടെ ഈ എഫ് ഉണ്ട്, പെട്രോൾ ഡീസലിന്റെ ഇതുപോലെ എഫ് ഉണ്ട്, അതിനകത്ത് ഡിജിറ്റൽ കിടപ്പുണ്ട്. അതിനകത്ത് ഈക്ക് മുന്നൊരു ചെറിയ കട്ടയുണ്ട്. അത് അപ്പം ഏകദേശം 15 ലിറ്ററോ 20 ലിറ്ററാണ് കാണിക്കുന്നത്. അപ്പൊ ആ ഫില്ല് ചെയ്യണം. പിന്നെ ഓടി ഒരു കട്ടയോടെ കുറഞ്ഞു. അപ്പൊ 5 ലിറ്റർ പിന്നെയും കുറഞ്ഞു. പിന്നെ ഓടി അപ്പൊ 5 ലിറ്റർ കുറയും. ഇനി ഓടിയ ഓക്സൈഡ് കത്തും. പിന്നെ പൊല്യൂഷൻ വെളിയിൽ പോവാ, കത്തി പോകുന്നില്ല, വണ്ടി വലിയ മുട്ടും. ഓടും. നമ്മളന്ന് സംഭവിച്ചോട്ട് വണ്ടി ഡീസൽ കത്തും, ഡീസൽ കത്തി വലിഞ്ഞു വീഴും. അതായത് ആ ഈട ഇതില്ലേ, പറ്റിക്കാൻ പാടില്ല. നമ്മൾ പെട്രോളിനൊക്കെ പറ്റിച്ചുകൊണ്ട് പോകുന്ന പറ്റിക്കാൻ പറ്റില്ല. പെട്രോൾ ആയാലും ഡീസൽ ആയാലും അങ്ങനെ തന്നെ. അതിൻ്റെ അത് കിടപ്പുണ്ട്. ഇവിടുത്തെ എല്ലാം കഴിഞ്ഞില്ലേ? ഇതാ 2 ബില്ലായിട്ടാണോ? ഏതാ? എടുത്തുണ്ടോ? കുടി ബില്ല് കണ്ടതിൻ്റെ ക്ഷീണം കാണും. അവിടെ നേരെ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഈ ന്യൂസ് പേപ്പർ എടാ സെയിം തന്നെ അതിൻ്റെ ഇരിക്കുന്നത്? കോപ്പിയാണത്? അത് ഗേറ്റ് പാസ് ആണോ? ഓക്കെ. അല്ല, രാത്രിയിൽ ഇവിടെ പണി നടക്കുക. സേറ ടാങ്കണേ.
ആ 3 എണ്ണം അത്. ആൾ ബ്ലൂ ഇത് ചെയ്തായിരുന്നോ, ഫില്ല് ചെയ്തായിരുന്നോ? ആണോ? എന്തോ ഓഫാക്കിയിട്ടില്ലെന്ന്? ക്യാമറ ഓണാക്കി കിടക്കുവാണോ? എന്നാ കയറിക്കോ, തിരിയാൻ കയറിക്കോ. കോട്ടയം കൈനടി. ചേട്ടാ ഗേറ്റ് പാസേ ആണോ? 90s കിഡ്സിൻ്റെ. പുഴയോരത്തിൽ തോണിയെത്തിയില്ല. എടുത്ത് കയറ്റി പോട്ടെ 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 പോട്ടെ. ഓ നിൽക്കി വണ്ടിക്കാരെല്ലാം ധൃതിക്കാരാണല്ലോ.